നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ജന്മനാ പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായി അഭിനയിക്കുകയാണോ? ഞാൻ പറയുന്നത് വിജയനും ഗോവിന്ദനും ജയരാജന്മാരും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചാണ്. ഇവരുടെയൊക്കെ വാദഗതികളോടൊന്നും ഒരിക്കലും അരിയാഹാരം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും യോജിക്കാൻ കഴിയില്ല. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. നിസ്സാരമായി പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന ഒരു പ്രശ്നം, അതിൽ പരിഹാരം കാണാൻ ശ്രമിക്കാത്തതും ഇത്രയധികം വഷളാക്കിയതും എം.വി. ഗോവിന്ദനും വിജയനും അടക്കമുള്ള നേതാക്കളാണ്. പയ്യന്നൂരിലെ പ്രശ്നം രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച ടി.ഐ. മധുസൂദനൻ എന്ന കാട്ടുകള്ളനെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളതാണ്. മധുസൂദനെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, പരാതി ഉന്നയിച്ച വി. കുഞ്ഞികൃഷ്ണൻ എന്ന സാധാരണ സഖാവിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു ഈ പാർട്ടി. ഇതായിരുന്നു പയ്യന്നൂരിലെ പ്രശ്നം. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ ഭാര്യയും ആന്തൂരിലെ സാജന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയയുമായ പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. മധുസൂദനെതിരെ നടപടിയെടുക്കുകയും പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കാതിരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ഒരിക്കലും വി. കുഞ്ഞികൃഷ്ണനോ ടി.കെ. ഗോവിന്ദനോ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുകയോ പാർട്ടിക്കെതിരെ മത്സരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അമ്പലപ്പുഴയിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. പാർട്ടി അവഗണിക്കുകയും പാർട്ടിയെ സജി ചെറിയാനും എച്ച് സലാമും അടക്കമുള്ളവർ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ജി. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിമതനായി മത്സരിച്ചു ജയിച്ചത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഈ CPM നേതാക്കളൊക്കെ ജന്മനാ പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായി അഭിനയിക്കുകയാണോ എന്നുള്ളത്. നമ്മുടെ M.B. ജയരാജൻ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കി. സത്യം പറഞ്ഞാൽ അത് കേട്ട പലർക്കും ചിരി നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത്. M.B. ജയരാജൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, തെറ്റുതിരുത്തിയാൽ ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിൽ തടസ്സമില്ല എന്നാണ്. പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ M.വി. രാഘവനെയും K.R. ഗൗരിയമ്മയെയും പാർട്ടി അവസാന കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്നും നയപരമായ തെറ്റുപറ്റിയെന്ന് കരുതി ഒറ്റപ്പെടുത്തിയില്ല എന്നുമാണ് M.B. ജയരാജൻ ഉളുപ്പില്ലാതെ തള്ളി മറിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം ഇങ്ങനെയാണ് നീണ്ടുപോകുന്നത്. ഏതു ഘട്ടത്തിലാണ് തെറ്റുതിരുത്തിയാൽ പാർട്ടി അവരോട് പൊറുക്കാത്തത്? M.വി. രാഘവൻ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന കാലത്ത് CPM-ഉമായി സഹകരിച്ചില്ലേ? K.R. ഗൗരിയമ്മ അവർ പാർട്ടിയിൽ നിന്ന് മാറി എതിരാളികളോടൊപ്പം ചേർന്ന് മന്ത്രിയായി. അവസാന കാലത്ത് അവരും CPM-ഉമായി സഹകരിച്ചല്ലേ പ്രവർത്തിച്ചത്? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു പ്രത്യേകത നമ്മൾ കാണണം. ഒരിക്കൽ നയപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി അവർക്ക് തെറ്റുപറ്റിയെന്ന് കരുതി ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരുടെ രാഷ്ട്രീയത്തെ എതിർക്കും, അന്നത്തെ നിലപാടിനെ എതിർക്കും. അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. തെറ്റുതിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരികെ വരാം. ഇങ്ങനെയാണ് M.B. ജയരാജൻ പറഞ്ഞതെങ്കിലും പിന്നീട് വിശദീകരണവുമായി രംഗത്തെത്തി. തിരുത്തുന്നില്ലെങ്കിൽ അവർ വർഗവഞ്ചകർ തന്നെയാണ് എന്നായിരുന്നു പിന്നീടുള്ള ന്യായീകരണം. നോക്കൂ, എത്ര ഉളുപ്പില്ലാത്ത മനുഷ്യരാണ് ഇവരൊക്കെ. തെറ്റുതിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി, മുഖത്തേക്ക് ആട്ടും. മുഖത്തേക്ക് ആട്ടാതിരുന്നാൽ അത് അവരുടെ മര്യാദ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ ചിരിക്കുമെന്ന ബോധം പോലും ജയരാജനോ വിജയനോ ഗോവിന്ദനോ ഇല്ല. പക്ഷേ ജനം ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കോമാളികളായി ജനങ്ങൾ നിങ്ങളെ കാണുന്നത്.